കെനിയയിൽ കവർച്ചകൾ നടക്കുകയാണ്. കള്ളന്മാർ രക്ഷപ്പെടുവാൻ ശ്രമിക്കും. ആലിയയ്ക്കും ശൃംഗാരിനും അവരെ പിടികൂടുവാൻ സാധിക്കുമോ? കള്ളന്മാർ ജയിക്കുമോ അതോ ടീം ഡിറ്റക്റ്റീവ് ജയിക്കുമോ? വരൂ നമുക്ക് നോക്കാം. ഇതാണ് ദ സോൾ ഓഫ് ദി 7. എത്ര മനോഹരമാണല്ലേ ബോസ്. ഇനി 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബാക്കപ്പ് ജനറേറ്റർ ഓണാകും. സൈലന്റ് അലാം ട്രിഗർ ചെയ്യും. ധാരാളം സമയമുണ്ട്. എനിക്കെല്ലാം കൃത്യമായിരുന്നാൽ മതി. ഒടുവിൽ ഇത് എന്റേത്. കെനിയ നാളെ കരയട്ടെ. ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കാം. സർ, അലാറം ട്രിഗർ ചെയ്തു. പോലീസുകാർ വെറും 2 മിനിറ്റ് അകലെയാണ്. അവർ വരട്ടെ. നമ്മൾ എപ്പോഴേ അപ്രത്യക്ഷരായി. വി ആർ ഗോസ്റ്റ്. സർ, കഴിഞ്ഞ 5 മാസത്തെ സൈബർ ആക്രമണ പാറ്റേൺ ട്രേസ് പൂർത്തിയായി. റിപ്പോർട്ട് അങ്ങയുടെ ഇൻബോക്സിലുണ്ട്. ഗുഡ് വർക്ക് ആലിയ. നിന്റെ വേഗത ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വൗ, ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ് IQ സൊസൈറ്റി ലണ്ടനിൽ നിന്നുള്ള ഡയറക്ട് മെയിൽ. ഇത് റയറാണ്. നോക്കൂ, ഇന്നലെ രാത്രി കെനിയയിലെ നൈറോബിയിൽ ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു. സിംബയുടെ ഹൃദയം, ഒരു പ്രൈസ്ലെസ് ഡയമണ്ട്, മോഷണം പോയിരിക്കുന്നു. ഫോട്ടോയിൽ ഒരു ഒഴിഞ്ഞ കേസിനുള്ളിൽ ഒരു കറുത്ത ചെസ് പീസ് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ സർ? റൈറ്റ് സർ. ഇത് വെക്ടർ ക്രൂയിസിന്റെ സിഗ്നേച്ചർ സ്റ്റൈലാണ്. അയാൾ ഒരു അന്താരാഷ്ട്ര ആർട്സ് കള്ളക്കടത്തുകാരനാണ്. അയാൾ എല്ലാ മോഷണത്തിന് ശേഷവും ഒരു ചെസ് പീസ് ഉപേക്ഷിക്കും. കറക്റ്റ്. അപ്പോൾ അതാണ് IQ സൊസൈറ്റി എന്നെ കോണ്ടാക്ട് ചെയ്തത്. ക്രൂസ് വളരെ കൗശലക്കാരനാണ്. ഇതിൽ ഏറ്റവും മികച്ച അന്വേഷണമാണ് വേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴാ കെനിയയിലേക്ക് പോകുന്നത്? ഫ്ലൈറ്റ് ബുക്ക് ചെയ്യട്ടെ? നമ്മളല്ല, നീ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കോ? സർ, പക്ഷെ ക്രൂസ് ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയല്ലേ? ഞാൻ എങ്ങനെ? ആലിയ, കഴിഞ്ഞ കുറച്ച് കേസുകളിലായി നീ റെഡിയാണെന്ന് നീ തന്നെ തെളിയിച്ചു. നിന്റെ തന്ത്രങ്ങളും സാങ്കേതിക കഴിവുകളും ഇപ്പോൾ ഫീൽഡ് ടെസ്റ്റിന് തയ്യാറാണ്. ദിസ് ഈസ് യുവർ ലീഡ് മിഷൻ. ഡൺ സർ. നൈറോബി, ഇതാ ഞാൻ വരുന്നു. ഹേയ് ഡിറ്റക്റ്റീവ് ആലിയ, വെൽക്കം ടു ദി വൈൽഡ് സൈഡ്. ഹായ് ബാഞ്ചിനു, സീരിയസ്ലി. വിമാനത്താവളത്തിലും സ്റ്റണ്ട് എൻട്രി. ഹേയ്, എൻട്രി ഗംഭീരമായിരിക്കണ്ടേ? നിനക്ക് സുഖമാണോ? മൈക്കിൾ സർ ഒടുവിൽ നിന്നെ ഡെസ്കിൽ നിന്ന് വെളിയിലേക്ക് വിട്ടുവല്ലേ? ആ, നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സർ പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിന്റെ ഡ്രൈവിംഗ് ഇപ്പോഴും ഭ്രാന്ത് പിടിച്ചതുപോലെയാണെന്ന്. ഭ്രാന്തോ? പ്ലീസ്, ഞാൻ അതിനെ എഫിഷ്യന്റ് എന്നാ വിളിക്കുന്നത്. വരൂ, വേഗം ഇരിക്കൂ. ക്രൂസിന്റെ ലീഡ് തണുക്കുന്നു. നിനക്കറിയോ, മുംബൈയിലെ ട്രാഫിക് വളരെ മോശമാണെന്ന്. പക്ഷേ നീ നൈറോബിയിൽ വേറെ ലെവലിലാണ് വാഞ്ചുരു. അതെ, ഇവിടുത്തെ നിയമങ്ങൾ സജഷൻസ് ആണ് ആലിയ, മാൻഡേറ്ററി അല്ല. ഇപ്പൊ നീ പിടിച്ചിരിക്ക, ഞാൻ സ്പെഷ്യൽ ഷോർട്ട് കട്ട് എടുക്കുക. ഹോം സ്വീറ്റ് ഹോം. നീ ഇരിക്ക, ഞാൻ അകത്തേക്ക് പോയി കോഫി കൊണ്ടുവരാം. നിന്നോട് സംസാരിച്ച് എന്റെ തൊണ്ട വരണ്ടു. ബ്ലാക്ക് കോഫി, പഞ്ചസാര വേണ്ട, ശരിയല്ലേ? അലിയ, നിനക്ക് അതല്ലേ ഇഷ്ടം? ആ, നന്ദി. പക്ഷെ നീ ഇപ്പോഴല്ലേ അകത്തേക്ക് പോയത്? അപ്പോൾ ഇത്രയും പെട്ടെന്ന് കോഫി ഉണ്ടാക്കിയോ? നിന്റെ ഈ ബാൻഡും ചുവപ്പിൽ നിന്നും എപ്പോഴാ നീലയായത്? ഹേ കാമാവു, ഞാൻ കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ? അവൾ അതിഥിയെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ഓക്കെ, കേസിന്റെ സ്ഥിതി എന്താണ്? അത് വളരെ മോശമാണ്. ക്രൂസ് വജ്രം മോഷ്ടിച്ചു. ഞങ്ങൾ അവന്റെ ഒരു എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ബയറിന് അയച്ചതാണ്. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ലോജിക്കൽ ആർമി. ക്രൂസ് അവരുടെ മീറ്റിംഗ് സ്ഥലം മറയ്ക്കുവാൻ ഈ കടങ്കഥ അയച്ചു. സ്ക്രീനിൽ നോക്ക്. കിങ്സ് ഹാർട്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്ക്. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് എന്നോട് പറയാമോ അവൻ എവിടെ എപ്പോൾ കണ്ടുമുട്ടാൻ പോകുന്നുവെന്ന്? ഞാൻ നിങ്ങൾക്കൊരു സൂചന തരാം. മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ പേര് ഓർത്തു നോക്കൂ. വീഡിയോ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധാപൂർവ്വം ചിന്തിക്കൂ. കിങ്സ് ഹാർട്ട്. ഇത് എന്തൊരു അസംബന്ധമാണ്. ഇതൊരു റൊമാൻറ്റിക് സ്പോട്ടാണോ? അല്ല വാഞ്ചുരു, അവൻ അരഗന്റാണ്. അവൻ തന്റെ മോഷണങ്ങളെ കലയായി കണക്കാക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഡയമണ്ടിന്റെ പേരെന്താണെന്ന്? ഹാർട്ട് ഓഫ് ദി ലയൺ. അതെ, കൃത്യമായി പറഞ്ഞാൽ സിംഹം കാട്ടിലെ രാജാവാണ്. കിങ്സ് ഹാർട്ട് എന്നാൽ സിംഹത്തിന്റെ ഹൃദയം എന്നാണ്. ജ്യോതിശാസ്ത്രത്തിൽ സിംഹ നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ആൽഫ ലിയോണിസ് ആണ്. അതിന് സാധാരണയായി
റെഗുലസ് എന്നാ വിളിക്കപ്പെടുന്നത്. റെഗുലസിന്റെ പൂർണ്ണമായ പേര് ലാൻസ് ഹാർട്ട് എന്നാണ്. ബ്രില്യന്റ് ആലിയ. അയാൾ സ്റ്റാർസിന്റെ പൊസിഷൻ ഉപയോഗിക്കുകയാണ്. അതെ, തീർച്ചയായും അവൻ ഈ പോയിന്റുകളിൽ മാസായിമാരയിൽ ഇന്ന് രാത്രി 11 മണിക്കുണ്ടാകും. റെഗുലസ് നക്ഷത്രം ഹൊറൈസണിൽ ഉദിക്കുമ്പോൾ മാസായിമാരയിലോ രാത്രിയോ? അപ്പോൾ ഓഫ് റോഡിങ്ങും വേട്ടയും. കൊള്ളാം. വരൂ ആലിയ, നമുക്കിനി 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സഫാരി ടൈം. ഈ സ്ഥലം ഇൻക്രെഡിബിൾ ആണ്. എത്ര ശാന്തിയാണ് ഇവിടെ. എന്തൊരു ബ്യൂട്ടിയാണ്. ശാന്തിയോ? കുറച്ചു കഴിയട്ടെ. രാത്രി ഇരുട്ടുന്നത് വരെ ഒന്ന് ക്ഷമിക്ക്. സാവന്റെ രാത്രിയിലാ ഉണരുന്നത് ആലിയ. ശരിക്കുമുള്ള ആക്ഷൻ അപ്പോളാ തുടങ്ങുന്നത്. ആക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ റിസർവ് ഗേറ്റിന്റെ അടുത്തെത്താറായി. ക്രൂസിന്റെ കോൺവോയ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അവൻ തിരക്കിൽ ഒളിഞ്ഞിരിക്കുവാനും ശ്രമിക്കും. അവന്റെ വണ്ടി ഏതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ സഫാരി ജീപ്പുകളും ഒരുപോലെയാണല്ലോ. ബുള്ളറ്റ് പ്രൂഫിംഗ്. അവരുടെ മെയിൻ വണ്ടിയുടെ കണ്ണാടികൾ വിൻഡോസ് നോർമലിൽ നിന്നും വ്യത്യസ്തമാണ്. ലോജിക്കൽ ആർമി, ക്രൂസിന്റെ വണ്ടി ഈ 3 ഒന്നാണ്. ഏതാണെന്ന് പറയാമോ? Got it. ആ റൈറ്റ് സൈഡിലെ 3ാമത്തെ വണ്ടി. അതിന്റെ വിൻഡോസ് ഫ്രെയിം ബാക്കി 2 വണ്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഷാർപ്പായി ഡിറ്റക്റ്റീവ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി നല്ല രസമായിരിക്കും. ബാഞ്ചുരു, കൂടുതൽ അടുത്തേക്ക് പോകരുത്. നമ്മൾ അവന്റെ പുറകെ ഉണ്ടെന്ന് അവന് മനസ്സിലാകരുത്. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. റിലാക്സ് ക്യാമോ. ഞാൻ സ്റ്റെൽത്ത് മോഡിൽ വണ്ടി ഓടിക്കും. വേട്ടയാടുന്നതിനിടയിൽ സിംഹം പുല്ലിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ. വെൽക്കം. പെർമിറ്റ് പ്ലീസ്. നിങ്ങൾ വളരെ ലേറ്റ് ആയാണ് എൻ്റർ ചെയ്യുന്നത്. പാർക്ക് റൂൾസ് പറയുന്നത് രാത്രിയാകുമ്പോൾ തിരികെ എത്തണമെന്നാണ്. ജംബോ ഓഫീസർ, അയ്യോ നമ്മൾ താമസിച്ചു പോയല്ലോ. എന്റെ കൂട്ടുകാരി മുംബൈയിൽ നിന്നും വന്നിരിക്കുക. ആദ്യമായി സഫാരിക്ക് പോവുകയാ. കുറച്ചു നേരം സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ലോഡ്ജിലേക്ക് പോകും. പ്രോമിസ്. ആ സന്ദേശാന കണ്ടോ? ജാം എപ്പോഴും ഉപയോഗപ്പെടും. എത്ര പെട്ടെന്ന് ഇരുട്ടായത്. വല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഏതോ വന്യമൃഗങ്ങളുടേതാണ്. വെൽക്കം ടു ദി ഫുഡ് ചെയിൻ ആലിയ. ഇവിടെ നമ്മൾ ടോപ്പിലല്ല. നമ്മുടെ ടാർഗറ്റ് മെയിൻ റോഡ് വിട്ടുപോയിരിക്കുന്നു. അവർ ഓഫ് റോഡിലൂടെ സാവനയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഓക്കേ, സ്റ്റെൽത്ത് മോഡ് ആക്ടിവേറ്റഡ്. ഹെഡ്ലൈറ്റ്സ് ഓഫ്. വാഞ്ചരു, എന്താ നിനക്ക് ഭ്രാന്തായോ? ലൈറ്റ് ഇല്ലാതെ ഈ രാത്രി എങ്ങനെ മുന്നോട്ട് പോകും? ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും മരത്തിൽ പോയി ഇടിക്കും, അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്തുകൂടി കയറി ഇറങ്ങും. റിലാക്സ് സിറ്റി ഗേൾ. എന്റെ കണ്ണുകൾ ഈ ഇരുട്ടിന്റെ പകുതി വരെയുണ്ട്. ലൈറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പുറകെ ഉണ്ടെന്ന് ക്രൂസിന് മനസ്സിലാകും. രശ്മി. അവർ വണ്ടി നിർത്തി. കോർഡിനേറ്റ്സ് മാച്ച് ആവുന്നുണ്ട്. ഇവിടെയാണ് ആ സ്ഥലം. നമുക്ക് ജീപ്പ് ഇവിടെ ഇട്ടിട്ട് ബാക്കി ദൂരം നടന്നു പോകാം. അതല്ലേ നല്ലത്. കാറ്റ് നമ്മുടെ വശത്തേക്കാ വീശുന്നത്. അവർക്ക് നമ്മുടെ മണം കിട്ടുകയില്ല. കാൽനടയായോ? മൃഗങ്ങളുടെയും ക്രൂസിന്റെയും ഗുണ്ടകളുടെയും ഇടയിലൂടെയോ? ഗ്രേറ്റ് പ്ലാൻ. നമ്മൾ എന്ത് അടുത്തുകൂടെയാ പോകുന്നത്? അവർ തെർമൽ സ്കോപ്പിലൂടെ നോക്കിയാലോ? നമ്മുടെ കഥ ഇപ്പൊ തന്നെ കഴിയും. ക്രൂസിന്റെ കയ്യിൽ ഹൈടെക് ഉപകരണങ്ങളുണ്ട്. പക്ഷെ അവന്റെ ഗുണ്ടകൾ ലേസിയാണ്. അവന്മാർ ബ്രൈറ്റ് ലൈറ്റ് വീഴുന്നിടത്ത് മാത്രമാ നോക്കുന്നത്. പിരമിഡ് ഗാർഡ് 10 o'clock പൊസിഷൻ. ഇനി എന്ത്? നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ആരും നിൽക്കുന്നില്ല. ഞാൻ പോയി ഹലോ പറഞ്ഞിട്ട് വരാം. Remain me, never to make you angry. 3 പെട്ടികളോ? അവൻ ഷെൽ ഗെയിം കളിക്കുകയാണ്. പണം കാണിക്കുന്നത് വരെ ബയർമാർക്ക് ശരിക്കുമുള്ള ഡയമണ്ട് ഏതിലാണെന്ന് അറിയാതിരിക്കുവാനുള്ള അടവാണ്. സിംബയുടെ ഹൃദയം ഏത് പെട്ടിയിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വെടി പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുമുള്ള ടാർഗറ്റ് തന്നെ പിടിച്ചെടുക്കുകയും വേണം. ലോജിക്കൽ ആർമി, ക്രൂസ് 3 പെട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കൂ. ക്രൂസും അവന്റെ ആൾക്കാരും പെട്ടികൾ ഫൈനൽ പൊസിഷനിൽ വെച്ചിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ പെട്ടി. ഇത് 2ാമത്തേത്. ഇത് 3ാമത്തെ പെട്ടി. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഏത് പെട്ടിയാണ് ശരിയായതെന്ന്? ലെഫ്റ്റ്, മിഡിൽ അതോ റൈറ്റോ? 10 സെക്കൻഡ് സമയം. ഡിസൈഡ് ചെയ്യൂ. കണ്ടുപിടിച്ചു. ടാർഗറ്റ് കിട്ടി. നടുക്കിരിക്കുന്ന പെട്ടി. ക്രൂസ്, ഈ കളി നിർത്ത്. എനിക്ക് ശരിയായ പെട്ടി തരൂ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ പെട്ടികളും എടുത്തുകൊണ്ട് പോകും. ഇവിടത്തെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് നീ മറന്നുപോയോ?
പാർട്ടി ഉടൻ തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. ആലിയ, പ്ലാൻ ബി അനുസരിച്ച് നമുക്ക് ചാടി വീണാലോ? വേണ്ട, ഡയറക്റ്റ് അറ്റാക്കിന് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ ആളെണ്ണത്തിൽ കുറവാണ്. നമുക്ക് ഡിസ്ട്രാക്ഷൻ വേണം, വലിയ ഡിസ്ട്രാക്ഷൻ. വാഞ്ചിരു, നീ പറഞ്ഞത് സാവന്ന രാത്രിയിലാണ് ഉണരുന്നതെന്നല്ലേ? നിനക്ക് അതിനെ ഉണർത്താൻ കഴിയുമോ? നമുക്ക് ഫേവറായി. യെസ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. ആ ഭാഗത്ത് കേപ്പ് ബഫലോകളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവ ദേഷ്യപ്പെടും. ഞാൻ അവരെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ട് വരാം. നിൽക്ക്, പ്ലാൻ എന്താണ്? ബഹളം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. വാഞ്ചിരു, നീ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. എല്ലാവരും പാനിക്കിലാകുമ്പോൾ ആ സമയം നീ പിടികൊടുക്കണം. പിടികൊടുക്കണം മനഃപൂർവ്വമല്ലേ? അതെ, ക്രൂസിന് അയാൾ നമ്മുടെ ഡ്രൈവറിനെ പിടിച്ചതായി തോന്നണം. അയാൾ നിന്നെ ഹോസ്റ്റേജായി വയ്ക്കും. അപ്പോൾ അവർ ബയറിനെ വിട്ടിട്ട് നിന്നെയും കൊണ്ട് വേറെ ഭാഗത്തേക്ക് നീങ്ങും. ഇത് നമുക്ക് അനുകൂലമാക്കണം. ഡിവൈഡ് ആൻഡ് കോൺകർ. നീ ഇത് കെട്ടിക്കോളൂ, ഞാനായിട്ട് അഭിനയിക്കൂ. അവർ പിടിക്കുമ്പോൾ നീ വെറുതെ നിലവിളിക്കരുത്. ഞാൻ ബ്രേവ് ആണെന്നുള്ള കാര്യം നീ ഓർക്കണം. ഫൈൻ, വേഗം ആകട്ടെ. വെടിവയ്പ് തുടങ്ങുന്നതിന് മുൻപ് വേണം. Nobody moves, the deal is off. കാട്ടുമൃഗങ്ങൾ രക്ഷപ്പെടൂ! ആലിയ, രക്ഷപ്പെടൂ. പ്ലാൻ ഫെയിലായി. ബോസ്, ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അതേ പെൺകുട്ടി. എക്സലന്റ്. ഇൻഷുറൻസ്. വരൂ, നമുക്ക് രക്ഷപ്പെടാം. യെസ്, ബഫലോസ് വളരെ ദേഷ്യത്തില. ക്യാമോ സുരക്ഷിതയുമാണ്. അതെ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ക്രൂസ് അവളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നു. ഇനി നമുക്ക് നമ്മുടെ ശരിക്കുമുള്ള പ്ലാൻ നടപ്പിലാക്കണം. വരൂ, നമുക്ക് അവരെ ഇന്റർസെപ്റ്റ് ചെയ്യണം. മുറുകെ പിടിച്ചിരിക്കുക. വേഗം വിട്. നിനക്കെന്താ പറ്റിയത്? അവർ നിന്നെ പിന്തുടരുവാൻ തുടങ്ങിയിരിക്കുന്നു. അവന്റെ വാഹനം സ്ട്രോങ് ആണ്. അവനെ പിടിക്കാൻ എനിക്ക് മുന്നോട്ട് കുതിച്ചേ പറ്റൂ. ഷോർട്ട് കട്ട്. വാഞ്ചിരു, നോ. മാറി നിൽക്ക്, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. എന്നെ പോകാൻ അനുവദിക്ക്. അവളെ വിട്ടേക്ക് ക്രൂസ്. ഗെയിം ഓവറായി. 4 വശത്ത് നിന്നും നിങ്ങളെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇവളെയും കൊണ്ട് രക്ഷപ്പെടും. ലാസ്റ്റ് വാണിംഗ് ആണ്. ഇത് കാട്ടുപൂച്ചയാണോ? നോ. രണ്ടുപേരോ? പക്ഷേ ഞാൻ നിന്നെയല്ലേ പിടിച്ചത്? ഡബിൾ ട്രബിൾ ബേബി. ഗോട്ട് ഇറ്റ്. സിംബയുടെ ഹൃദയം സെക്യൂർ ആണ്.